നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, റീഡിങ് നല്ല ലേറ്റ് ആണ്, സോറി. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം ഞാൻ ഇന്നത്തെ. ഓക്കെ, കാരണം എനിക്കിപ്പോൾ വേറെ ക്വസ്റ്റൻ ഒന്നും പെട്ടെന്ന് അങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാനുള്ള, ഞാൻ വെച്ച് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് രാത്രി ആകുമ്പോഴേക്കും കിട്ടാൻ പോലെ. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നല്ല മഴ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, എന്താ ഫീൽ ചെയ്യുന്നത്, ആൻഡ് അവരുടെ ഇന്ന് രാത്രി അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കും എന്ന് ചോദിക്കാം. അറ്റ്ലീസ്റ്റ് ഇന്ന് രാത്രി അവർ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? വാവ്, ഓ അത് ശരി. റണ്ണർ, സെപ്പറേഷൻ, ഓ ഗ്രേറ്റ്. ചേസർ, ഡെത്ത്, എന്തൊരു കഷ്ടം. ശരി, എന്താ പറയുക ഇവിടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല തമാശയാണ് ഇവിടെ. നിങ്ങൾക്കും അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ചിരിയുടെ എനർജി ഉണ്ടല്ലോ, ശരിക്കും നിങ്ങളെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്ത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് തമാശയായിട്ട് തന്നെ എടുക്കാം. ഇപ്പം കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവരെ ഫസ്റ്റ് വന്ന കാർഡ് എൻഗേജ്മെന്റ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളോട് ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു. ശരിക്കും ഒരു ഫുൾ, നമ്മൾ പറയില്ലേ ലൈഫ് ലോങ്, ശരിക്കും ഇറ്റേണിറ്റി എന്നാണ് കാണിക്കുന്നത്. ഒരു ലൈഫ് എന്നല്ല, പല ജന്മങ്ങൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നു. പാർട്ട്ണർഷിപ്പ് ആൻഡ് യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾ അത്രയും നിങ്ങളോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത്, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെന്റിങ് വരില്ല. ഓക്കെ, സോ യെസ്, വളരെയധികം സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങൾ ഇന്നിപ്പോൾ രാത്രി അവർ ചിന്തിക്കുമ്പോൾ യെസ്, വളരെയധികം അവർ നിങ്ങളോട് സ്നേഹത്തോടെ വേണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് പറയാം. ആൻഡ് ഇവിടെ അതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന് നോക്കൂ. റണ്ണർ, ചേസർ, ഡെത്ത്, സെപ്പറേഷൻ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓടുകയാണ്. ഓക്കെ, ഇങ്ങനെ വെക്കാം അല്ലേ? ഓക്കെ, പേഴ്സൺ പക്ഷെ എന്താ ചെയ്യുന്നത്? ഈ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ എന്താ അവർ ചെയ്യുന്നത്? ഓടുകയാണ് ചെയ്യുന്നത്. അവർ അതിനെ ഫേസ് ചെയ്യുക. ഓക്കെ, ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ഇവരെ ലൈഫ് ലോങ് എങ്ങനെയാണ് കൂടെ നിർത്താൻ പറ്റുക? എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചുണ്ടാവാൻ പറ്റുക? എങ്ങനെയാണ് എൻ്റെ സ്നേഹം കാണിക്കാൻ പറ്റുക? ഇതൊന്നും ചിന്തിക്കുന്നതിന് പകരം അവർക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുമ്പോഴേക്കും എന്താ ഉണ്ടാകുന്നത്? പേടിക്കുകയാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ഒരു ഫിയർ ട്രിഗർ ആവുകയാണ്. ഫിയർ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറിക്കൂടാ. എന്നിട്ട് ഫിയർ ഓഫ് ഇൻറ്റിമസി, റണ്ണിങ് അവേ. ഞാൻ ഇതിനൊന്നും എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഈ ഒരു തോട്ട് വരുമ്പോൾ ഒരു വ്യക്തി അവർക്ക് അതിനുള്ള എന്താ പറയുക, മേ ബി അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം. ഓക്കെ, അവർക്ക് തോന്നുന്നത് ഓടിപ്പോവാനാണ് തോന്നുന്നത്. ഓക്കെ, അവർ റൺ ചെയ്യാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പം നിങ്ങൾ അതിനും പകരം അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ ചേസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇവരിങ്ങനൊരു അവരെ മെസ്സേജ് ഇല്ല, എന്തെങ്കിലും കാര്യങ്ങളില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റണ്ണർ ചേസർ ഡൈനാമിക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇവിടെ? ഫിയർ ഓഫ് അബൻഡൻമെന്റ്, ചേസിങ്, കോഡിപെൻഡൻസി. അത് നിങ്ങളുടെ ഭാഗത്താണ്. ഒരിക്കലും എനിക്ക് മറ്റേ ആളെ പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ആണ് എനർജി. എനിക്ക് വളരെ ഷുവറാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈവൻ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾ പറയും ഞാൻ മെസ്സേജ് ചെയ്യുന്നില്ല, ഞാൻ മാറി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പേടിയുണ്ട്. എന്നെ വിട്ടു പോയാലോ, എന്ത് ചെയ്യും എന്ന രീതിയിൽ. ഓക്കെ, സോ അത് തന്നെ നിങ്ങൾ ഒരു എനർജറ്റിക്കലി അവരെ ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്ര പോലും പാടില്ല എന്നാണ് പറയാം. അത്ര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ടോ, അത്ര എളുപ്പമല്ല, എനിക്കറിയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ബിസി ആവാൻ ശ്രമിക്കുക മാക്സിമം. മറക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരിക്കലും നിങ്ങൾ മറക്കാൻ പോകുന്നില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താ കുറേയൊക്കെ നമ്മളുടെ എനർജി ഒന്ന് മാറും അവിടുന്ന്. അത്രയും വേണ്ടു, അത്ര ചെയ്താൽ മതി. നിങ്ങൾ കൂടുതലൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക, നല്ല ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവുക, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പാട്ട്, ഡാൻസ്, whatever എന്തൊക്കെയാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, വായിക്കുക, ബുക്ക് വായിക്കുക, കിടന്നുറങ്ങാൻ ഉറങ്ങിയാൽ മതി, എങ്കിൽ ഉറങ്ങും. ഓക്കെ, എവിടേക്ക് പോകും, യാത്രകൾ പോകും, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങൾ അവരെ പറ്റി ആ ചിന്ത ഒന്ന് പുറകോട്ട് വലിക്കാം. ഈവൻ ചിന്തകൾ പുറകോട്ട് വലിക്കാം. ആ എനർജി കൊടുക്കുന്നത് നിർത്തുക. ഓക്കെ, അങ്ങനെ കൂടി നിർത്തിയാൽ മാത്രമേ ഈ ഒരു ചേസിങ് എനർജി പോകുള്ളൂ. കാരണം ഇല്ലയെന്ന് എന്താ വെച്ചാൽ നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ മനസ്സിൽ അവരെന്നെ ഓർക്കുന്നുണ്ടാവോ, അവരെന്നെ മറന്നിട്ടുണ്ടാവോ, അവരെന്നെ വിട്ടുപോവോ, അവർക്ക് വേറെ എന്താണാവോ കാര്യം. എനിക്ക് മെസ്സേജ് നിങ്ങൾ ഫോണ് ഒരു 1000 പ്രാവശ്യം ഫോൺ നോക്കും, വന്നോ മെസ്സേജ് വന്നോ, അങ്ങനെ നിങ്ങൾ നോക്കും അല്ലേ. അതിൽ നിന്നൊക്കെ കുറേ നേരം ഫോണിനെ അവിടെ മാറ്റി ഓഫ് ചെയ്ത് വെക്കുക, വരുമ്പോൾ വരട്ടെ. ഓക്കെ, നിങ്ങൾ എങ്ങാനും മിസ്സായി എന്ന് വിചാരിച്ചോളൂ. കോൾ മിസ്സായാലും ഒരു ടെൻഷനും വേണ്ട.
പിന്നീട് വിളിക്കുക, ഞാൻ ഇന്ന കാര്യത്തിലായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പേടി, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുമോ ഞാൻ എടുത്തില്ലെങ്കിൽ അവർ വിട്ടുപോകും, അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ എത്ര കാലം നിങ്ങൾ പിടിച്ചു നിർത്തും? ആലോചിക്കൂ. ഓക്കെ, സോ ഈ റണ്ണറിൻ്റെ ചേസർ ഡൈനാമിക് ഇത് മാറിയില്ലെങ്കിൽ ഓക്കെ, ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവില്ല. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ഡെത്ത് സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഒരു മാറ്റം ഒരു കാണുന്നുണ്ട്. എനിക്ക് കുറച്ച് അകൽച്ച കാണുന്നുണ്ട്, സെപ്പറേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് മനസ്സിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവർ മാറി നിൽക്കുന്നത് അവർക്ക് ആ ഒരു പേടിയുണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിലോ നിങ്ങളും ചേസ് ചെയ്യാൻ നിൽക്കുക. ചേസ് ചെയ്ത് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ പോലും ഓക്കെ, മേ ബി നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് ഇടുന്നുണ്ടാവാം. ഓക്കെ, എന്താ കാണാത്ത, എന്താ വിളിക്കാത്ത, എന്താ പറയാത്ത നിങ്ങളും ചോദിക്കുന്നുണ്ടാവാം. ബട്ട് അവർക്ക് ഈ ഇൻറ്റൻസിറ്റി താങ്ങാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളോടുള്ള അത്രയും സ്നേഹം തന്നെയാണ്, പക്ഷെ ആ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിൻ്റെ ഡെപ്ത് നമ്മൾ പറയില്ലേ, അത് അവർക്ക് പെട്ടെന്ന് സഹിക്കാനോ താങ്ങാനോ അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനോ അവർക്ക് അറിയുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ആൻഡ് ഇവിടെ ലാസ്റ്റ് വന്ന് ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ബ്ലൂമിങ് റൊമാൻസ് ഫ്ലർട്ടി. നിങ്ങളിന്ന് ഒന്ന് മാറിയാൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ പുറകെ അവർ വരും. ഓക്കെ, ഇൻട്രസ്റ്റഡ് ഉണ്ട് അവർക്ക് ഇൻട്രസ്റ്റിന് യാതൊരു കുറവുമില്ല, അവർക്ക് താല്പര്യത്തിന് യാതൊരു കുറവുമില്ല. നിങ്ങളുടെ ഉള്ളിലും പേടിയുണ്ട്. എന്നിട്ട് അവർ വിട്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കുന്നില്ല. അത് കാണിക്കാനൊരു അവസരം കൊടുക്കും, കുറച്ച് മാറി നിൽക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ബ്ലൂമിങ് റൊമാൻസ് ഫ്ലർട്ടിങ് വോണ്ട് ടു ഡേറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ തീർച്ചയായിട്ടും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ വേണമെന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു എനർജി ചേഞ്ചസ് ആക്ച്വലി ഇങ്ങനെ സെപ്പറേഷൻ, ഡെത്ത്, സെപ്പറേഷൻ മാറ്റങ്ങൾ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സമയം തരാണ്. നിങ്ങൾ സ്വയം ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് വരാനുള്ള അവസരമാണ്. ഓക്കെ, നിങ്ങൾ ഈ ചേസിങ് നിർത്താനുള്ള വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. യൂണിവേഴ്സായിട്ട് ഗ്യാപ്പ് ഇടാണ്. ഓക്കെ, അങ്ങനെ ആ ഗ്യാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളതിന് ആ ഗ്യാപ്പ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം, നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് യൂസ് ചെയ്യാം. ഓക്കെ, വേറെ എന്താ കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാം. നാളെ എനർജി എന്തായിരിക്കും നമുക്ക് നോക്കാം. നാളത്തെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും? ഷിപ്പ്, ആക്ച്വലി ലവ് ഒന്നുകൂടി ലാസ്റ്റ്. ഇതേ കണ്ടോ, ടോക്കിംഗ്. അഗെയിൻ വെഡിങ് റിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് എൻഗേജ്മെന്റ് റിംഗിൽ നിന്ന് തുടങ്ങിയത് ഇവിടെ വെഡിങ് റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള യൂണിയനൊക്കെ നടക്കും, തീർച്ചയായിട്ടും നടക്കും. പക്ഷേ ടോക്കിംഗ് കാണുന്നുണ്ട്, വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നാളത്തെ എനർജിയാണ് നോക്കുന്നത്. ലവ് കോൾ ആൻഡ് ടോക്കിംഗ് രണ്ടും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ലവ് ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ നാളെ പേഴ്സൻ്റെ ഭാഗത്ത് ഐ തിങ്ക് നിങ്ങൾ പക്ഷേ അതിന് മൂവ് ഓൺ ചെയ്യണം. കുറച്ച് നിങ്ങളിത് വേണ്ട എന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ എനിക്ക് കുറച്ച് ഡിസ്റ്റൻസ് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ, ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ലൈഫ് എന്ന് ഞാൻ നോക്കട്ടെ, എൻ്റെ സമാധാനം, എൻ്റെ പീസ്, ഞാൻ എന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കും. എനിക്ക് ഈ പേഴ്സണിനെ വെയിറ്റ് ചെയ്ത് എനിക്ക് മതിയായി, അവർ വന്നാലും ഇല്ലെങ്കിലും ശരി, ഇനി എന്തോ ആവട്ടെ, എനിക്ക് വയ്യ എന്ന് തീരുമാനിച്ച് നിങ്ങളൊന്ന് ടൈസ് ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഓക്കെ, നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുക കുറച്ചൊന്ന്. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നാളെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നാളത്തേക്കായിട്ട് എനർജിയാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, പക്ഷെ എപ്പോഴും എടുത്തോളൂ, എപ്പോഴായാലും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതാണ്. പേഴ്സൺ പിന്നാലെ വരും, പേഴ്സൺ ഇങ്ങോട്ട് വരും. ഈ നമ്മൾ റണ്ണർ ചേസർ ഞാൻ നിങ്ങളെ പറഞ്ഞത് അത് അങ്ങോട്ട് തിരിയും. ഓക്കെ, അത് തിരിഞ്ഞു വരും. സോ യൂസ് ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. അവർക്ക് നിങ്ങളോട് ഒരിക്കലും ഇഷ്ടമില്ല കേട്ടോ, അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഓക്കെ, പക്ഷെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതൊന്നും അറിയുന്നില്ല. പിന്നെ അവർക്ക് ആ ഒരു നിങ്ങളങ്ങനെ അവർ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർക്കൊരു എന്താ പറയുക, അവർക്ക് അറിയുന്നില്ല എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, സോ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുമ്പോൾ എന്താവും, അവർക്കും ഒരു സമാധാനം ഫീൽ ചെയ്യും, മാത്രമല്ല ഒരു ക്യൂരിയോസിറ്റി തോന്നും, ഇതെന്താ പിന്നാലെ വരാത്ത് എന്ന് വരെ തോന്നും. ഓക്കെ, സോ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ആൻഡ് ഇൻട്രസ്റ്റഡ്, അവൈറ്റിംഗ് മെസ്സേജസ്, ടെക്സ്റ്റ് കോൾ. യെസ്, അവരും നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങൾ തമ്മിലൊരു സംസാരം വരാനുള്ള സാധ്യതയാണ്. ലവ് കോൾ, അഗെയിൻ സെയിം തിങ്, എക്സ്പ്രസിങ് ലവ്, മെസ്സേജസ് ഓഫ് ലവ് എല്ലാം ഉണ്ട്. തിങ്കിങ് ഓഫ് യു. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യും, അവർ കോൺടാക്ട് ചെയ്യും. ആൻഡ് ഇവിടെ അൺകണ്ടീഷണൽ ലവ്, നിങ്ങളോട് പറയുന്നുണ്ട്, പക്ഷേ സെൽഫ് ലവിലേക്ക് വരൂ. ഓക്കെ, സെൽഫ് ലവ് നിങ്ങൾ അവരെ മറന്നു കളയാനോ വിട്ട് കളയാനോ അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒപ്പം അവനവനെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യൂ. നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും, അവരിങ്ങോട്ട് വരും, 100% വരും. ഓക്കെ, പക്ഷേ ഈ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.